മലബാറിൽ സാധാരണയായി എല്ലാ സദ്യകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് പുളിയിഞ്ചി അല്ലെങ്കിൽ മുളകാ പച്ചടി. ഈ മുളകാ പച്ചടി തയ്യാറാക്കുമ്പോൾ സാധാരണഗതിയിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉപയോഗിക്കാറില്ല. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്തിട്ടുള്ള മുളകാ പച്ചടിയാണ്. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, പുളി, ശർക്കര, ഇഞ്ചി, ഉപ്പ്. ആദ്യം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നതിന് ശേഷം കടുക്, പച്ചമുളക് വഴന്ന് വന്നുണ്ട്. ഒരു 50 ഗ്രാം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണിത്. അല്പം ഉപ്പ് ചേർക്കാം. മുളക് നല്ലപോലെ വഴന്ന് വന്നതുകൊണ്ട് നമുക്കിനി ചെറിയുള്ളി ഇടാം. അതും ഏകദേശം ഒരു 50 ഗ്രാം തന്നെ. അതിനോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില അരിഞ്ഞു വെച്ചതാണ്. എല്ലാം കൂടെ നല്ല പോലെ വഴറ്റി കൊടുക്കുക. ആവശ്യമെങ്കിൽ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഈ വഴറ്റുന്നതിലേക്ക് തന്നെ നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ, കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അല്പനേരം അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി എല്ലാം നല്ല ചെറുതായി വേണം അരിയാൻ. നല്ല ചെറുതായി അരിഞ്ഞാൽ പെട്ടെന്ന് വഴന്നും കിട്ടും. പിന്നെ പുളി തയ്യാറാക്കുമ്പോൾ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നിൽക്കും. അത്യാവശ്യം നല്ലപോലെ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കുമ്പം വെളുത്തുള്ളി ഉപയോഗിക്കാറേ ഇല്ല. ഇത് പക്ഷേ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് പുളി ഒഴിക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. ആദ്യം ഒരു ശർക്കര, ഒരണി, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത് മഞ്ഞൾപ്പൊടിയേക്കാളും കുറച്ചും കൂടെ, അല്പം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോഴത്തേക്ക് ശർക്കരയെല്ലാം നല്ലോണം ഇതിനകത്തേക്ക് മിക്സ് ആയിക്കോളും. ഇത് ഏകദേശം തയ്യാറായിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് അല്പം പഞ്ചസാര ചേർക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ പുളി നല്ല ഒരു കൊഴുപ്പ് വരും. അതായത് ഈ പഞ്ചസാര അലിയുന്നതിനനുസരിച്ച് കാരാമൽ പോലെ ആവുമല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. പഞ്ചസാര ഒരു കാരാമൽ പോലെ ആയിട്ട് ഈ പുളിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് റെഡിയാവും. ഇപ്പം തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കാം നമുക്ക്. ഇതിപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഇത് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കുമ്പോഴത്തേനും ഒന്നും കൂടെ കട്ടിയായി വരും. നമ്മുടെ മുളകാ പച്ചടി അല്ലെങ്കിൽ പുളിയിഞ്ചി തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.